ഇടാ നീ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ മുട്ട പുഴുങ്ങിയത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് വണ്ണം ഒന്നും കുറയുന്നില്ലല്ലോടാ. മുട്ട പുഴുങ്ങി മാത്രം കുറഞ്ഞാൽ വണ്ണം കുറയണ്ടാണല്ലോ. നടക്കാൻ പോകുന്നില്ലേ? നീ പറഞ്ഞ പോലെ രാവിലെ നടക്കാനും പോകുന്നുണ്ട്, മുട്ട പുഴുങ്ങിയത് കഴിക്കുന്നുമുണ്ട്. എന്നിട്ടും വെയിറ്റ് കൂടിയ പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ ഒരിക്കലും. അല്ല നീ അങ്ങനെ കഴിക്കുന്നെന്ന് പറഞ്ഞു തന്നെ. അല്ലെ രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. നടക്കാൻ പോകുമ്പം നമ്മുടെ ജംഗ്ഷനിലെ ബേക്കറി ഇല്ലേ, വെസ്റ്റ് ബേക്കറി, നമ്മുടെ അഭിലാഷേട്ടൻ്റെ അവിടെ നല്ല ചൂട് 4 മുട്ട പപ്സും കഴിക്കും. മുട്ട പപ്സോ? അതിനകത്തില്ലേ മുട്ടയുള്ളൂ, അതും പുഴുങ്ങിയതാണല്ലോ. അപ്പം 4 മുട്ട പപ്സ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 മുട്ട കിട്ടും. പിന്നെ ഞാൻ ലാഭിച്ച് 2 അവിടെ ലാഭിച്ചു. കാരണം നമുക്ക് എല്ലാം കൂടെ കഴിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും വിഷയം വന്നാലോ. അതുകൊണ്ട് 2 മുട്ട അതിനകത്ത് കണക്കാക്കി. പിന്നെ എനിക്ക് ഈ നാരങ്ങ വെള്ളം ഇഷ്ടമല്ല. അപ്പം നല്ലൊരു വാനില ഷേക്ക് വാങ്ങിച്ചടിക്കും. അവിടെ നേരെ വന്ന് കിടന്നുറങ്ങും. ഉറങ്ങിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് എണീച്ച് നമ്മുടെ ബുഹാരിന്ന് നല്ല കോഴിമുട്ടയുടെ ബിരിയാണി, അതാകുമ്പോൾ 2 പുഴുങ്ങിയ മുട്ടയുണ്ട്, അതും വാങ്ങിച്ചടിക്കും. പക്ഷെ എന്നിട്ട് കളിയാ ഈ 10 ദിവസമായിട്ട് വണ്ണം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മുട്ട തീറ്റ നിർത്തിക്കോ. മുട്ട ഇതിന് തിന്നണ്ടേ? വേണ്ട വർക്കൗട്ട് ആകത്തില്ല. അല്ല വരാം, വെള്ളം കുടിച്ചാൽ മതി രാവിലെ എണീറ്റ്. എത്ര വേണം കുടിച്ചോ വെള്ളം? പച്ചവെള്ളം, സാധാ പച്ചവെള്ളം. നേരത്തെ പറയണ്ടേ. ഇങ്ങനെ ആണെങ്കിൽ ആവശ്യം പോലെ വെള്ളം വീട്ടിൽ കിടപ്പുണ്ട്, കയ്യിലെ കാശ്. ടാങ്കിലെ വെള്ളം മൊത്തം കുടിച്ച് തീർക്കാതിരുന്നാൽ മതിയായിരുന്നു.